നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആൾക്കാരല്ലേ? എത്ര പേര് ഈ രീതിയിൽ ഓർന്ന് കൈകാര്യം ചെയ്യാറുണ്ട്? നമ്മളെ വാഹനത്തിന്റെ ഓർന്ന്, ഉദാഹരണത്തിന് നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, അത് വലിയ വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറുതായിട്ട് ഓർന്ന് അടിച്ചാൽ പോരാ, നമ്മൾ നീട്ടിയിട്ട് വേണം അടിക്കാൻ. എന്നാലേ ആ വാഹനം ഓടിക്കുന്ന ആൾക്ക് ശബ്ദം കേൾക്കുകയുള്ളൂ, അവർക്ക് നമ്മൾ ഒരുക്കി തരാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഒരു ഓർന്ന് അടിക്കുക, അവർക്കൊരു നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക. അത് നല്ലൊരു സ്വഭാവമാണ്. അത് കൂടാതെ നമ്മളൊരു വളവ്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു വളവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓർണടിക്കുക, എതിരെ വരുന്ന വാഹനം അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഓർണടിക്കണം. അങ്ങനെ ചെയ്യാറില്ല അധികം ആൾക്കാരും. അങ്ങനെ ചെയ്യാന്നുണ്ടെ രണ്ട് ടീമിന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? സേഫായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും ആ വളവ്. പിന്നെ നമ്മൾ ഗർഭിണികളായിട്ടുള്ള, അതുപോലെ തന്നെ ചെറിയ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വാഹനത്തിൽ പോകും, അതിന്റെ സ്റ്റിക്കർ ബാക്കിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ വാഹനത്തിന്റെ പുറകിൽ പോയിട്ട് ഒരു കാരണവശാലും നമ്മൾ ഓർണടിക്കരുത്. ആ ഗർഭിണി പോകുന്ന സമയത്ത് വളരെ പതുക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ പാല് കൊടുക്കുന്ന സമയമായിരിക്കും, അപ്പോഴും വളരെ പതുക്കെ പോകാൻ വേണ്ടി പറ്റും. നമ്മൾ ഇറിറ്റേഷൻ ചെയ്യരുത്. പിന്നെ അത് കൂടാതെ ബൈക്കിൽ പോകുന്ന ആൾ, ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർണടിക്കരുത്. അത് അവരെ ചെവിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോങ് ലൈഫിലേക്ക് ഒരു പ്രശ്നം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ പറ്റിയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്